രാജ്യത്ത് 2000-ന് ശേഷം നടന്നിട്ടുള്ള പല ബോംബ് ബ്ലാസ്റ്റിലും RSSന് പങ്കുണ്ടെന്ന് പഴയ RSS പ്രചാരക് യശ്വന്ത് സഹദേവ് സിന്ധ്. ഇവർ കർണാടക ഹോം മിനിസ്റ്റർ പ്രിയങ്ക് ഖാർഗെക്കും അതുപോലെ യൂണിയൻ ഹോം മിനിസ്റ്റർ അമിത്ഷാക്കും ഒരു കത്ത് അയച്ചിട്ടുണ്ട്. ആ കത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. RSS, വിശ്വ ഹിന്ദു പരിഷത്ത്, ബജ്രംഗ് ദൾ ഇവരെയൊക്കെ ടെററിസ്റ്റ് ഓർഗനൈസേഷനായി പ്രഖ്യാപിക്കണമെന്നാണ് ഈ സിന്ധെ പറയുന്നത്. അതിനോടൊപ്പം തന്നെ ചില സീനിയർ ഫിഗേഴ്സിനെ പറയുന്നുണ്ട്. ഒന്ന് RSS ചീഫ് ആയിട്ടുള്ള മോഹൻ ഭഗവത്, RSS ലീഡർ ഇന്ദ്രേഷ് കുമാർ, VHP ജനറൽ സെക്രട്ടറി മിലന്ദ് പരാന്തെ ഇവരൊക്കെ അറസ്റ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് കാരണമായിട്ട് പറഞ്ഞിട്ടുള്ളത് 2000-ൽ ഇങ്ങോട്ടേക്ക് രാജ്യത്തെ പല ഭാഗത്തും നടന്നിട്ടുള്ള ബോംബ് എക്സ്പ്ലോഷൻസിൽ ഇവർക്കും റോൾ ഉണ്ട് എന്നാണ് ഈ സിന്ധെ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. സിന്ധെ പറയുന്നത് ഈ ലെറ്ററിൽ കൃത്യമായി പറയുന്നത് ഓഗസ്റ്റ് ആദ്യ സമയത്താണ്, അതായത് ഈ മാസം ഫസ്റ്റിലോട്ടാണ് ഈ ലെറ്റർ അയച്ചിട്ടുള്ളത്. ഈ ലെറ്ററിൽ കൃത്യമായി പറയുന്നുണ്ട്, വർഷങ്ങളായി ഞാൻ ഈ ഹിന്ദു റൈറ്റ് വിങ്സ് ഇൻവോൾവ് ആയിട്ടുള്ള ഈ ബോംബ് ബ്ലാസ്റ്റിന്റെ പേരിൽ, അതായത് ഇതിനെ ക്യാമ്പയിൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതായത് പല ഇതിലും, അതായത് 2000-ന് ശേഷം നടന്നിട്ടുള്ള പല ബോംബ് ബ്ലാസ്റ്റിലും ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്, കോർട്ടിലേക്ക് പോകും. അവസാനം നടക്കുന്നത് ഇവരെയൊക്കെ വെറുതെ വിടുകയാണ് സാധാരണയായി നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് സിന്ധ്യ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇതുപോലെ പല ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഈ ലെറ്ററിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സിന്ധ്യ പറയുന്നത് 1990 മുതൽ RSSന്റെ ഒരു ഫുൾ ടൈം വർക്കർ ആയിരുന്നു ഈ സിന്ധ്യ. എന്നാൽ ഈ ഓർഗനൈസേഷനിൽ നിന്നും ഇറങ്ങിപ്പോവാനുള്ള കാരണം ബോംബ് പ്രിപ്പറേഷൻ ആൻഡ് ട്രെയിനിങ് ടീം എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്യാൻ പറഞ്ഞതിന് ശേഷമാണ് ഈ ഓർഗനൈസേഷനിൽ നിന്നും ഈ സിന്ധ്യ എന്ന് പറയുന്ന വ്യക്തി ഇറങ്ങിപ്പോകുന്ന ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവർ പറയുന്നത് ഓഗസ്റ്റ് 2022-ൽ സ്പെഷ്യൽ CBI കോർട്ട് നന്ദേദ് മഹാരാഷ്ട്ര ഇവർക്കൊരു സത്യവാൻ മൂലം, അതായത് ആ കോടതിക്ക്, CBI സ്പെഷ്യൽ കോടതിക്ക് ഒരു സത്യവാൻ മൂലം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഉൾപ്പെടെ, അതായത് സിന്ധ്യ ഉൾപ്പെടെ പലരും RSS VHP മെമ്പേഴ്സ് ഇൻക്ലൂഡിംഗ് പരന്തെ, അതായത് ഇപ്പോഴത്തെ VHP ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ ആ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് സീരീസ് ഓഫ് ബോംബ് ബ്ലാസ്റ്റ് അക്രോസ് ദ കൺട്രി, നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്തായിട്ടും വലിയ തരത്തിലുള്ള ഒരു സീരീസ് ഓഫ് അറ്റാക്ക് ബോംബ് ബ്ലാസ്റ്റിന് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു. അതിന് ഈ സിന്ധ്യ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ VHP ജനറൽ സെക്രട്ടറിയും അതിലുണ്ടായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ആ അഫിഡവിറ്റിൽ സിന്ധ്യ പറയുന്നത്, ക്ലൈം ദാറ്റ് ഈ ബോംബ് മേക്കിംഗ് ട്രെയിനിങ്ങിൽ ഏകദേശം പരന്തയുടെ ഗൈഡൻസിലാണ് ഈ ഒരു ബോംബ് മേക്കിംഗ് നടന്നിട്ടുള്ളത്. ഇൻ 2003 ഈ സംഭവം നടന്നിട്ടുള്ളത്. ഏകദേശം 20ഓളം ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ബോംബ് മേക്കിംഗ് ട്രെയിനിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് സിന്ധ്യയുടെ സത്യവാൻ മൂലത്തിൽ പറഞ്ഞിട്ടുള്ളത്. സിന്ധ്യ ഈ സത്യവാൻ മൂലം കൊടുക്കാനുള്ള കാരണം ഒരു ഓൺഗോയിങ് ട്രയൽ ഉണ്ടായിരുന്നു. ഏപ്രിൽ 2006 നന്ദേദ് ബ്ലാസ്റ്റ്. ഈ ബ്ലാസ്റ്റ് നടക്കുന്നത് RSS വർക്കറാണ് എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിലാണ് ഈ ബ്ലാസ്റ്റ് നടന്നിട്ടുള്ളത്. ലക്ഷ്മൺ രാജ്കൊണ്ട്വർ, അയാളുടെ മകനായിട്ടുള്ള നരേഷ്, അതുപോലെ ഹിമാനുഷ് ഒരു VHP ആക്ടിവിസ്റ്റ് ആണ്. ഇവർ രണ്ടുപേരും ആ ഒരു ബ്ലാസ്റ്റിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. CBI വർക്കുള്ളത് ഈ ഒരു ബോംബ് അസംബ്ലിംഗ് ഓപ്പറേഷൻ ആണ് അവിടെ നടന്നിട്ടുണ്ടാവുക എന്നാണ്. അതാണ് പോസിബിലിറ്റി ആയിട്ട് CBI വർക്കുള്ളത്. അത് പോസിബിളി ഇന്റൻഡ് ഫോർ എ മോസ്ക് ഇൻ ഔറംഗാബാദിലെ ഒരു പള്ളി തകർക്കാൻ വേണ്ടി, അതായത് അതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബോംബ് അസംബ്ലി ചെയ്യുന്ന ഇടയിൽ പൊട്ടിയതായിരിക്കും എന്നാണ് CBIയുടെ കണ്ടെത്തൽ. സിന്ധ്യ പറയുന്നത്, ഒരു വിറ്റ്നസ് എന്ന രീതിയിൽ ഈ കേസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, എന്നെ വിറ്റ്നസ് ആയിട്ട് അവർ പരിഗണിച്ചിട്ടുണ്ടായിരുന്നു. ഇനീഷ്യലി ആദ്യവട്ടം എന്ത് ചെയ്തിട്ടുണ്ട്, എന്റെ സത്യവാൻ മൂലം ട്രയൽ കോർട്ട് ജഡ്ജായിട്ടുള്ള AR ദമേച്ച എന്ത് ചെയ്തിട്ടുണ്ട്, കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അടുത്ത ഹിയറിംഗ് വരുമ്പോഴേക്കും തന്നെ ഈ ജഡ്ജിനെ ട്രാൻസ്ഫർ ചെയ്തു. പുതിയ പ്രിസൈഡ് ചെയ്തിട്ടുള്ള ജഡ്ജ് എന്ത് ചെയ്തിട്ടുണ്ട്, സിന്ധ്യയുടെ ആപ്ലിക്കേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്പാടെ തള്ളിക്കളഞ്ഞു. ഓക്കെ, ഇനി ഓൺ January 4, 2025 2025 January 4 ട്രയൽ കോർട്ട് നന്ദേദ് എന്ത് ചെയ്തിട്ടുണ്ട്, 9 അക്യൂസ്ഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ 9 പേര് എന്ത് ചെയ്തിട്ടുണ്ട്, വെറുതെ വിട്ടു. ഈ 9 പേര് എന്ന് പറയുന്നത് ജീവനോടെയുള്ള ആളുകളാണ്. ഇവരൊക്കെ വെറുതെ വിട്ടിട്ടുണ്ട്. അതിനുശേഷം ഈ സിന്ധ്യ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഇന്റർവ്യൂവിൽ കൃത്യമായി പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, പാകിസ്ഥാന് എതിരായിട്ടുള്ള ചില ട്രെയിനിങ്സ്, അതായത് രഹസ്യമായിട്ടുള്ള പല കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നൊരു കാര്യവും, അതിനോടൊപ്പം തന്നെ ഇന്ത്യയിൽ പല ഭാഗത്തും ബോംബ് ബ്ലാസ്റ്റ് നടത്തിയിട്ട് അതൊക്കെ മുസ്ലിങ്ങളുടെ തലയിലേക്ക് ഇടുക എന്നൊരു കാര്യം കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അതിനോടൊപ്പം തന്നെ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, ഇവിടുന്ന് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള പലരും എന്ത് ചെയ്തിട്ടുണ്ട്, പല പള്ളികളിലും ബോംബ് ബ്ലാസ്റ്റ് നടത്തിയിട്ടുണ്ട്. അതായത് ജൽന, പൂർണ, അതുപോലെ പർബാനി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിലുള്ള പള്ളികൾക്ക് നേരെ ബോംബ് ബ്ലാസ്റ്റ് നടത്തിയിട്ടുണ്ട്. 2003-2004 കാലഘട്ടത്തിലാണ് ഇതൊക്കെ നടന്നിട്ടുള്ളത് എന്നാണ്
സിന്ധ്യ പറഞ്ഞിട്ടുള്ളത്. അതിൽ നമുക്ക് 2004 നടന്നിട്ടുള്ള ജൽന മോസ്ക് ബോംബ് ബ്ലാസ്റ്റ് നോക്കാം. ഈ ബോംബ് അറ്റാക്ക് എന്ന് പറയുന്നത് രണ്ട് സ്ഥലത്തായിട്ട്, അതായത് മഹാരാഷ്ട്രയിലാണ് നടന്നിട്ടുള്ളത്. 27 ഓഗസ്റ്റ് 2004 സംഭവം നടന്നിട്ടുള്ളത്. ഫസ്റ്റ് ബ്ലാസ്റ്റ് നടക്കുന്നത് ഖദ്രിയ മസ്ജിദ് എന്ന് പറയുന്ന ജൽനയിലുള്ള 1:45 PM അതായത് വെള്ളിയാഴ്ചയാണ്. അപ്പം നിസ്കാരം കഴിഞ്ഞിട്ട് വരുന്ന സമയത്താണ് അത് പൊളിച്ചിട്ടുള്ളത്. അതായത് സെക്കൻഡ് ബ്ലാസ്റ്റ് നടക്കുന്നത് ഹാപ്പൻ ജസ്റ്റ് 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഈ അടുത്ത ബ്ലാസ്റ്റ് നടക്കുന്നത്. അത് പൂർണ്ണ എന്ന് പറയുന്ന ടൗണിലുള്ള ഒരു പള്ളിക്ക് നേരെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ബ്ലാസ്റ്റ് നടത്തിയിട്ടുള്ളത്. 18ഓളം പേർക്ക് ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 18 ജൂലൈ 2012 എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്ട്രിക്ട് കോഡും സെഷൻ കോഡും എന്ത് ചെയ്തിട്ടുണ്ട്, ലാക്ക് ഓഫ് എവിഡൻസ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും ഓൾ 7 അക്യൂസ്ഡ് ആയിരുന്നു, 7 പേരെ എന്ത് ചെയ്തിട്ടുണ്ട്, വെറുതെ വിട്ടിട്ടുണ്ട്. ഓക്കെ. അതിനുശേഷം അതേസമയം ഈ സിന്ധ്യ പറയുന്നത് CBIയുടെ ഇനീഷ്യൽ ആയിട്ടുള്ള എല്ലാ അന്വേഷണത്തിലും എന്ത് ചെയ്തിട്ടുണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന്. അതായത് ഈ ക്ലൈംസ് ഒക്കെ ഇവർ പറയുന്ന, സിന്ധ്യ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ് എന്ന് തെളിയിക്കാനുള്ള എവിഡൻസ് ഒക്കെ ഉണ്ട് എന്നാണ് CBIയിലെ ഇനീഷ്യൽ ഇൻവെസ്റ്റിഗേഷനിൽ വരുന്നത്. എന്നാൽ ഈ കേസ് കോടതിയിൽ എത്തുമ്പോഴേക്കും എന്ത് ചെയ്യും, എല്ലാ ആളുകളെയും, അതായത് എല്ലാ അക്യൂസ്ഡിനെയും വെറുതെ വിടും. പ്രത്യേകിച്ചും അണ്ടർ കറന്റ് BJP ലെഡ് ഗവൺമെന്റ് ഈ സമയത്താണ് ഏകദേശം എല്ലാവരെയും എന്ത് ചെയ്തിട്ടുള്ളത്, വെറുതെ വിട്ടിട്ടുള്ളത് എന്നാണ് സിന്ധ്യ ആരോപിക്കുന്നത്. അതിനുശേഷം ഈ നന്ദേദ് കോർട്ടിന്റെ, അതായത് എല്ലാവരെയും വെറുതെ വിട്ടല്ലോ, നന്ദേദ് ബ്ലാസ്റ്റിലെ എല്ലാവരെയും വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം VHP എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വേർഡിക്റ്റ് എന്ന് പറയുന്നത് ടൈറ്റ് സ്ലാപ്പ് ഓൺ ദി കോൺഗ്രസ് ഫേസ്, കോൺഗ്രസ് ഫേസിന്റെ, അതായത് കോൺഗ്രസിന്റെ മുഖത്ത് അടിക്കുന്നതിന് തുല്യമായിട്ടുള്ള അത്രയും വലിയൊരു അടി കൊടുക്കുന്ന തുല്യമാണ് ഈ ഒരു വേർഡിക്റ്റ് എന്നാണ് VHP ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം നമുക്കറിയാം കുറച്ച് മാസങ്ങളായി നമ്മുടെ കാർഗെ ചലഞ്ച് ചെയ്യുന്നുണ്ട് RSSനെ. അതായത് മോഹൻ ഭഗവത്തിന് ഓപ്പൺ ലെറ്റർ ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവരുടെ ലീഗൽ ഓർഗനൈസേഷന്റെ ലീഗൽ സ്റ്റാറ്റസ് കാണിക്കാനും ഫിനാൻസ്, അതുപോലെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, ടാക്സ് കംപ്ലൈൻസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കാണിക്കണമെന്ന് പറഞ്ഞ് നിരന്തരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കർണാടക ഹോം മിനിസ്റ്റർ കാർഗെ എന്ത് ചെയ്തിട്ടുണ്ട്, ലെറ്റർ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതുപോലെ സിന്ധ്യയുടെ ലെറ്ററിൽ പറഞ്ഞിട്ടുള്ള മറ്റൊരു അലിഗേഷൻ എന്ന് പറയുന്നത് ഇന്ദ്രേഷ് കുമാറിനെതിരെയാണ്. അതായത് ഇന്ദ്രേഷ് കുമാറിന് എന്ത് ചെയ്തിട്ടുണ്ട്, അജ്മീർ ഷെറഫ് ദർഗ ബ്ലാസ്റ്റ്, ആ ബ്ലാസ്റ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന ഇന്ദ്രേഷ് കുമാറിന് കണക്ഷൻ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ കൊളോണിയൽ പ്രസാദ് പുരോഹിത് എന്ന് പറയുന്ന, അതുപോലെ ഫോമർ BJP MP പ്രഗ്യ സിംഗ് ഠാക്കൂർ, ഇവർക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മലൈഗ്യോൺ 2008 ബ്ലാസ്റ്റ് കേസിൽ ഇവർക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പങ്കുണ്ട് എന്നും അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ ട്രയൽ നടത്തിയിട്ടുണ്ട് അവരൊക്കെ അക്യൂസ്ഡ് ആയിട്ട്. പക്ഷെ ഫൈനൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവരൊക്കെ വെറുതെ വിട്ടിട്ടുണ്ട് എന്നാണ് സിന്ധ്യ പറഞ്ഞത്. ഈ ഓൾസോ മെയ്ഡ് ന്യൂമറസ് അക്യൂസിയേഷൻസ് അഗൈൻസ്റ്റ് BJP ആൻഡ് RSS ലീഡർ. അതായത് RSS ലീഡറിനെതിരെയും അതുപോലെ BJP ലീഡേഴ്സിനെതിരെയും ഒരുപാട് അലിഗേഷൻസ്, അക്യൂസേഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഈ ഒരു ലെറ്ററിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട് സിന്ധ്യ. ലെറ്ററിലൂടെ മാത്രമല്ല, കുറച്ച് വർഷങ്ങളായി ഒരു ക്യാമ്പയിൻ തന്നെ ഈ സിന്ധ്യ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ അക്യൂസേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകിച്ചും പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ 1998 മുതൽ ഇങ്ങോട്ടേക്കുള്ളത്, അതായത് 1998 പൊക്രാൻ ടെസ്റ്റിൽ ഇവർക്ക് കളിയുണ്ട്. അതുപോലെ കാർഗിൽ വാറിലുണ്ട്. 2002 ഗുജറാത്ത് നടന്നിട്ടുള്ള കലാപത്തിലും ഇവർക്ക് പങ്കുണ്ട്. അതുപോലെ 2019 നടന്നിട്ടുള്ള പുൽവാമ അറ്റാക്ക്, അങ്ങനെയുള്ള, അതുപോലെ തന്നെ റീഡിംഗ് ഡൗൺ ഓഫ് ആർട്ടിക്കിൾ 370, അങ്ങനെയുള്ള പല കാര്യത്തിലും RSSന് പങ്കുണ്ട് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ RSSനെ എന്ത് ചെയ്യണം, RSS VHP അതുപോലെ ബജ്രംഗ് ദാളിനെ ഒക്കെ എന്ത് ചെയ്യണം, ടെററിസ്റ്റ് ഓർഗനൈസേഷനായി പ്രഖ്യാപിക്കണം എന്നാണ് ഈ പറയുന്ന യശ്വന്ത് സഹദേവ് സിന്ധ്യ എന്ന് പറയുന്ന ഫോമർ RSS പ്രചാരക് ഇപ്പോൾ ലെറ്റർ കർണാടക ഹോം മിനിസ്റ്ററിനും അതുപോലെ ഇന്ത്യയുടെ, അതായത് യൂണിയൻ ഹോം മിനിസ്റ്ററിനും കത്തയച്ചിട്ടുള്ളത്. ഇത് സത്യമാണോ എന്നറിയില്ല. ഇത് സത്യമാണെങ്കിൽ ഇതൊരു നിസ്സാര കാര്യമല്ല. കാരണം ഈ സിന്ധ്യ തന്നെ പറഞ്ഞു പല കേസിലും എവിഡൻസ് ഉണ്ടായിരുന്നു, പക്ഷെ കോടതിയിലേക്ക് എത്തുമ്പോഴത്തേക്കും ആ എവിഡൻസ് ഒന്നും ഇല്ല, അവരൊക്കെ വെറുതെ വിട്ട് ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് സിന്ധ്യയുടെ ഈ ലെറ്ററിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് സത്യമാണെങ്കിൽ നിസ്സാര വിഷയമല്ല. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.